സംഗമഗ്രാമ സംഭൂത ഗണിതശാസ്ത്ര വിശാരദ നൗമി നിത്യം വികാസായ സർവലോക നമസ്കൃത ഗണിതോപാസകാ സന്തി ശാസ്ത്രതത്വ പ്രകാശക നീലകണ്ഠദയോ നിത്യം വന്ദ്യതേ സാ പരമ്പര. 3000 വർഷങ്ങളുടെ ഗണിതശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ സമ്പന്നത കൊണ്ട് ശോഭിതമാണ് ഭാരതം. അക്ഷരലക്ഷ ഗണിതശാസ്ത്രം എഴുതിയ വാൽമീകി മുതൽ വരാഹമിഹിരനും ഇങ്ങ് രാമാനുജനും ഈ അമൃത തീർത്ഥപ്രവാഹത്തിൽ നിന്നും ഉയർന്നു വന്ന മണിരത്നശിലകളാണ്. ഉമാമഹേശ്വരന്മാർ അഭിമുഖമായി തെക്കുവടക്കതിരുകളിൽ കൃത്യമായ കണക്കുകൾ വച്ച് രൂപം പ്രാപിച്ചു നിൽക്കുന്ന ദേവഭൂമിയായ ഭാരതത്തിൽ നിന്നും വേറിട്ട് നിർത്തുവാൻ സാധിക്കാത്ത ഒരു പാരമ്പര്യം ഭാർഗവ ഭൂമിയായ കേരളത്തിലും പ്രകടമാണ്. കേരളത്തിൻ്റെ ഉത്തരദിക്കിൽ ദേവതമാർ വരച്ചു ചേർത്ത ഗോകർണം അതാണ് വ്യക്തമാക്കുന്നത്. ഈ വിധം ഗണിതശാസ്ത്രത്തിലെ സമ്പന്നമായ ഭാരതീയ പൈതൃകത്തിന് കേരളം നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഗണിതശാസ്ത്ര മേഖലയിൽ ഗുരുശിഷ്യ പരമ്പര സ്ഥാപിച്ച സംഗമഗ്രാമ മാധവൻ എന്ന പേര് ലോകമിന്ന് ചർച്ച ചെയ്യുന്നതിലെ പ്രസക്തിയും പ്രാധാന്യവും ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്നും 1/2 കിലോമീറ്റർ പടിഞ്ഞാറ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാടപ്പള്ളി മന, തൊട്ടുചേർന്ന് അനുഗ്രഹം ചൊരിയുന്ന ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. 2 സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവചൈതന്യത്തെ ഉപാസിച്ച മാധവൻ. കെപ്ലറുടെയും കോപ്പർനിക്കസിന്റെയും പഠനങ്ങൾക്ക് 200 വർഷം മുമ്പ് നീലകണ്ഠ സോമയാജി സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ദീർഘവൃത്തത്തിൽ സഞ്ചരിക്കുന്ന സൂര്യകേന്ദ്രീകൃത സൗരയുധത്തെപ്പറ്റി പഠിച്ചിരുന്നു. സംഗമഗ്രാമ മാധവൻ സ്ഥാപിച്ച ഗുരുശിഷ്യ പരമ്പരയിൽ പ്രസിദ്ധനായിരുന്നു നീലകണ്ഠ സോമയാജി. 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയും 3.75 ഡിഗ്രി വ്യത്യാസത്തിൽ സൈൻ പട്ടിക നിർമ്മിച്ചതാണ് സംഗമഗ്രാമ മാധവന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളാണ് അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിൽ പാഠ്യവിഷയം ഇന്ന്. ഇരിങ്ങാടപ്പള്ളി മനയുടെ നാലുകെട്ടിനകത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. 14-ാം നൂറ്റാണ്ടിലെ വിഖ്യാതനായ ഗണിതശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഇന്ന് വിഖ്യാതനാകേണ്ട, ലോകം മുഴുവൻ അറിയേണ്ട ഗണിതശാസ്ത്രജ്ഞനായ ഇരിങ്ങാടപ്പള്ളി മാധവൻ നമ്പൂതിരി ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ പൈതൃക ഗൃഹമാണിത്. ഈ ഇല്ലത്തിൻ്റെ പഴക്കം എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും 500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പുതുക്കി പണിതിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ, ഈ ഇല്ലത്തിൻ്റെ തന്നെ ഭാഗമായുള്ള ക്ഷേത്രവും 1200-ാം ആണ്ടിൽ പുതുക്കി പണിതതായിട്ടുള്ള ശിലാലിഖിതങ്ങൾ അമ്പലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് മാധവൻ ജനിച്ചത് എന്ന് നമ്മൾ പറയുന്നത്. മാധവൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി വേണുവാരോഹത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരിങ്ങാടപ്പള്ളി മന എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. സംസ്കൃത സങ്കേതത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ശ്ലോകം ഞാൻ ഒന്ന് വായിക്കാം. ബകുളാധിഷ്ഠിത ത്വേന വിഹാരോ യോ വിശിഷ്യതേ ഗൃഹനാമാമി സോയം സ്യാത് നിജനാമാനി മാധവ എന്നാണ് അദ്ദേഹം വേണുവാരോഹത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബകുളം നിന്നിരുന്ന വിഹാരം, ബകുളം എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി എന്നാണ്. ഇലഞ്ഞി വിഹാരം എന്നുള്ളതിന് പള്ളി എന്നുള്ളൊരു അർത്ഥവുമുണ്ട്. വിഹാരം ബൗദ്ധ സംജ്ഞയാണ്. അപ്പോൾ ഇലഞ്ഞി നിന്നിരുന്ന പള്ളി എന്ന നാമധേയത്തിലുള്ളതാണ് എൻ്റെ വീട്, ഗൃഹനാമം. എൻ്റെ പേര് മാധവനാണെന്നും അദ്ദേഹം പറയുന്നു. ആ അന്വേഷണമാണ് ഇരിങ്ങാടപ്പള്ളി മനയിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു
ശ്ലോകത്തിൽ സംഗമഗ്രാമം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സംഗമഗ്രാമം എന്ന് പറയുന്നത് വളരെ പൗരാണികമായി തന്നെ കേരളത്തിലെ, ഇന്ന് നമ്മൾ ബ്രാഹ്മണ ഗ്രാമങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ബ്രാഹ്മണ ഗ്രാമം എന്നുള്ളതിൻ്റെ അർത്ഥം ഗുരുകുലങ്ങളായിരുന്നു. വലിയ വലിയ ഗുരുകുലങ്ങൾ, വൈദിക സമ്പ്രദായത്തിലെ വിവിധ സമ്പ്രദായത്തിലെ ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഗമ ഗ്രാമം, ഇവിടെ സംഗമേശ്വര ക്ഷേത്രമുണ്ട്. ഈ പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്, ഈ പ്രദേശത്തുകാരനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പര നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞൻ മാധവന്റെ ഇല്ലാണല്ലോ അല്ലേ? അതെ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ജ്യോതിഷ പാരമ്പര്യം ഈ കുടുംബത്തിലുണ്ടോ? ഒരാള് ജ്യോതിഷുണ്ട്, അവളുടെ മൂത്ത മകൻ. നമസ്കാരം. ഇത് സംഗമ ഗ്രാമ മാധവൻ്റെ തറവാടാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആ ഒരു കേട്ട് വളർന്നു വന്നതാണ്. പിന്നീട് ധാരാളം യൂണിവേഴ്സിറ്റികളിൽ നിന്നും പുറമേ നിന്നുള്ള ധാരാളം മഹാന്മാർ ഇവിടെയൊക്കെ വരാറുണ്ട്. ഡിസംബർ മാസത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഉപാസിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ കണക്കിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാഗൽഭ്യം ഒക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്. ഓക്കെ. സംഗമഗ്രാമ മാധവൻ എൻ്റെ ഒക്കെ പൂർവികനായിട്ട് വരും. എനിക്കും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ട്. എൻ്റെ പേര് ഗൗരിപ്രിയ. ഞാൻ പഠിക്കുന്നത് സെന്റ് ആൻസ് ആനത്തടത്തിലാണ്. അപ്പോൾ ഇവിടെ സംഗമഗ്രാമ മാധവനെ എല്ലാവരും പ്രശസ്തരാക്കണം. ഇപ്പൊ എനിക്ക് എൻ്റെ നാടെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇവിടെയാണെന്നുള്ളതിൽ. ഐൻസ്റ്റീൻ്റെയും ന്യൂട്ടൻ്റെയും ഒക്കെ കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ സംഗമഗ്രാമ മാധവനും അതുപോലെയൊക്കെ തന്നെ ആയിത്തീരണം. നമസ്കാരം. ഞാൻ സംഗമഗ്രാമ മാധവന്റെ ഇല്ലത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഡിസംബർ 22 ദേശീയ ഗണിത ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് മാധവ ഗണിത കേന്ദ്രം സംഗമഗ്രാമ മാധവനെയും കേരള മാത്തമാറ്റിക്സിനെ കുറിച്ചും ഭാരതീയ ഗണിതശാസ്ത്രത്തിനെ കുറിച്ചും ഒരു റിസർച്ച് നടത്തുകയും അതിൽ കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും മൺമറഞ്ഞു പോയ പല വിശിഷ്ട വ്യക്തികളെ ഓർമ്മിപ്പിക്കാനും ഒക്കെയായിട്ട് മാധവ ഗണിത കേന്ദ്രം 14 വർഷമായിട്ട് വിനോദ് മാഷ്ടർ നേതൃത്വത്തിൽ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ന് തന്നെ വേണം പറയാൻ, ഇപ്പോൾ നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കുകളിലും സംഗമഗ്രാമ മാധവന്റെ ഫോട്ടോയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇദ്ദേഹത്തെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാനുണ്ട്. ഇതുപോലെ നമ്മുടെ മൺമറഞ്ഞു പോയ ഒരുപാട് പ്രതിഭകളെ ഓർക്കുവാനും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി കൈമാറാനും ഒക്കെയുള്ളൊരു സന്ദേശമായിട്ട് ഈ സംഗമഗ്രാമ മാധവന്റെ ഈ ഒരു സ്മരണ നിലനിർത്തുന്നത് വളരെയധികം ഉപകരിക്കും. 14-ാം നൂറ്റാണ്ടിലെ ഈ പുണ്യഭൂമിയിലാണ് സംഗമഗ്രാമ മാധവൻ പൂജാതനായത്. ഈ മണ്ണിലാണ് സംഗമഗ്രാമവൻ മാധവൻ കളിച്ച് വളർന്ന് എല്ലാ ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാ വേദങ്ങളും പഠിച്ച്
വാന നിരീക്ഷണം നടത്തി പൈയുടെ വിലയും സീറോവിൻ്റെ വിലയും എല്ലാം ജ്യോതിശാസ്ത്ര ഗണിതപ്രകാരം എല്ലാം കണ്ടുപിടിച്ച് ലോകത്തിന് ഒരു ഏറ്റവും ഇന്നുള്ള ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു വഴികാട്ടിയായിട്ട് അന്ന് സംഗമ ഗ്രാമ മാധവൻ കാണിച്ചു തന്നത് ഇന്ന് ലോകത്തിലെ എല്ലാവർക്കും വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പുണ്യഭൂമിയിൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു മഹാത്മ്യമായിട്ടാണ് കരുതുന്നത്. ഈ നാട്ടിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ ഇവിടെ വന്ന് സംഗമഗ്രാമ മാധവൻ്റെ ഈ ഇല്ലവും സംഗമഗ്രാമ മാധവൻ വാന നിരീക്ഷണം നടത്തിയ ശിലകളിലും വന്ന് ദർശനം നടത്താറുണ്ട്. സംഗമഗ്രാമം കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് സംഗമഗ്രാമ മാധവൻ്റെ സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയിട്ട് പോകാറുള്ളത്. ഗണിത ജ്യോതിശാസ്ത്ര രംഗത്ത് വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭയ്ക്ക് ജന്മം കൊടുത്ത നാടാണ് ഈ സംഗമഗ്രാമത്തിൽ പെടുന്ന ഈ കല്ലേറ്റുങ്കര. ഇവിടെയാണ് ലോകപ്രശസ്ത ന്യൂട്ടണും ഗ്രിഗറിയും ലെബ്നിസും അവരുടെ തിയറി എന്ന് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്ന ആ കണ്ടുപിടുത്തങ്ങളെല്ലാം വളരെ പണ്ടുകാലത്ത് തന്നെ 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഇവിടുത്തെ ഇരിങ്ങാടപ്പള്ളി മനയിൽ ജീവിച്ചിരുന്ന സംഗമ ഗ്രാമമാധവൻ എന്ന് ലോക പ്രശസ്തി ആർജിച്ച ഇരിങ്ങാടപ്പള്ളി മാധവൻ നമ്പൂതിരിയാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ചെയ്തത്. അദ്ദേഹം ചന്ദ്രന്റെ ഓരോ അരമണിക്കൂറിലുമുള്ള ആ മൂവ്മെന്റ്സ്, അതിൻ്റെ സ്ഥാനവും അതിൻ്റെ സമയവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇല്ലം എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഇരിങ്ങാലക്കുടി ഇല്ലം സ്ഥിതി ചെയ്യുന്ന ആ മനക്കിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തി അദ്ദേഹത്തിന്റെ ഇല്ലത്തിനടുത്ത് തന്നെയുള്ള ഇരിങ്ങാലപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ആ ക്ഷേത്രം അഗ്നിക്കിരയാക്കുകയും ഒട്ടനവധി കേടുപാടുകൾ വരുത്തിയിട്ടുള്ളതുമാണ്. അങ്ങനത്തെ ഒരു ക്ഷേത്രത്തിലാണ് അദ്ദേഹം. ആ ക്ഷേത്രത്തിലെ 2 ശിലാപാളികളിൽ കിടന്നുകൊണ്ട് വാനനിരീക്ഷണം നടത്തി ആണ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് മാധവാചാര്യൻ്റെ അദ്ദേഹം ആരാധന നടത്തിയിരുന്ന മൂർത്തിയുടെ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെയുള്ള ഈ 2 ശിലാപാളികൾ, ഈ ശിലാപാളികൾ ഏകദേശം ഒരാളുടെ നീളമുള്ള ശിലാപാളികളാണ്. ഈ ശിലാപാളികളായിരുന്നു അദ്ദേഹത്തിൻ്റെ വാന നിരീക്ഷണത്തിനുണ്ടായിരുന്ന ഉപകരണം. നമ്മൾ വ്യത്യസ്ത വാന നിരീക്ഷണ സംവിധാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗലീലിയോയുടെ ടെലസ്കോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജന്തർ മന്ദറിലെ അതുപോലുള്ള വാന നിരീക്ഷണ സംവിധാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു നിരീക്ഷണ സംവിധാനം ആണ് മാധവാചാര്യൻ ഉണ്ടായിരുന്നത്. ഈ രംഗത്ത് ഗവേഷണം നടത്തിയ ആൾക്കാർ പറഞ്ഞത്, ഇതിൽ മലർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കി വളരെ സൂക്ഷ്മമായിട്ട് ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നിജപ്പെടുത്തുകയും അതിൻ്റെ കോണുകൾ ഉറപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗണിത ക്രിയകൾ ചെയ്തിട്ട് അതിൻ്റെ സൂക്ഷ്മത സ്ഫുടം കൃത്യമാക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഒപ്പം തന്നെ നമുക്കറിയാം ഭാരതീയ ഗണിതത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന സമയത്ത് അവരുടെ ഉപാസനാമൂർത്തിയിലൂടെ ആണ് ഇതെല്ലാം അവർക്ക് വെളിപ്പെട്ട് വരുന്നത് എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു.
അതുകൊണ്ട് ഇതേ പീഠത്തിലിരുന്ന് ധ്യാനിച്ചുകൊണ്ട് ആ ആന്തരികമായിട്ട് അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അവർ നടത്തിയിരുന്നുവെന്നും വിശ്വസിച്ചു വരുന്നു. അപ്പോൾ ഒരേ സമയം അതൊരു ഒബ്സർവേറ്ററിയും ധ്യാനപീഠവുമായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് മാധവാചാര്യൻ്റെ ഈ ഗണിത നിരീക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അതിൽ പ്രത്യേകിച്ചും പരമേശ്വരാചാര്യമൊക്കെ നിളാതീരത്ത് ആണ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി അതിൻ്റെ നക്ഷത്രങ്ങളുടെയും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ സൂക്ഷ്മമായിട്ട് നിജപ്പെടുത്തിയിരുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി ആണ് മാധവാചാര്യർ സ്വീകരിച്ചു വന്നിരുന്നത്. മാധവാചാര്യരുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഗോവിന്ദ ഭട്ടതിരി ആകാനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു സ്ഥാനത്തിനുണ്ടാകാനുള്ള സാധ്യത. ഗോവിന്ദ ഭട്ടതിരിയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയായിരുന്ന ശങ്കരനാരായണനും അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു വലിയ ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രമായിരുന്നു അന്നത്തെ കുലശേഖര രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്ന മഹോദയപുരം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂർ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. കൊടുങ്ങല്ലൂരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ചത് ഏറ്റവും പഴയ വാനനിരീക്ഷണ കേന്ദ്രം, നക്ഷത്ര ബംഗ്ലാവ് അത് സ്ഥാപിച്ചിരുന്നത്. അവിടെ തന്നെ കുലശേഖരൻ, രവിവർമ്മ കുലശേഖരൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രന്മാരെ വിളിച്ചു വരുത്തി ജ്യോതിശാസ്ത്ര ഗണിത സദസ്സുകൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നുമാണ് ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ പാരമ്പര്യം മാധവനിലൂടെ പിന്നീട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗണിത ഗവേഷണ കേന്ദ്രമായി പിന്നീട് അറിയപ്പെട്ട നമ്മുടെ തിരുനാവായ ഏരിയയിലേക്ക് വ്യാപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ സംഗമേശ്വര ക്ഷേത്രമായിട്ടുള്ള കൂടൽമാണിക്യ ക്ഷേത്ര ചുമരിൽ 10ാം ശതകത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാലിഖിതം സംഗമ ഗ്രാമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുടയാണ് സംഗമ ഗ്രാമമെന്ന് അതിലൂടെ വ്യക്തം. കേരളത്തിലെ ഗണിതശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ കണ്ണി ആരംഭിക്കുന്ന സംഗമഗ്രാമ മാധവനെക്കുറിച്ച് അറിയുവാനുള്ള യാത്ര സ്വത്വബോധത്തോടെ ജീവിക്കുന്ന ഓരോ മലയാളിയും ഗണിതശാസ്ത്ര വിദ്യാർത്ഥികളും തുടരേണ്ടതാണ്. അതിന് വഴികാട്ടുക എന്ന നിസ്വാർത്ഥമായ ദൗത്യവുമായി മാധവ ഗണിത കേന്ദ്രവും വിദ്യാഭ്യാസ വികാസ കേന്ദ്രവും ഒപ്പമുണ്ടാകും.